അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എല്ലാവരും സലാം അടക്കൽ. സലാം അടക്കൽ ഫർളാണ്. മാത്രമല്ല നമ്മളിപ്പോ സലാമിന്റെ ബാബല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. പാഠം എവിടെയായിരുന്നു? കിതാബ് സലാമിലെ ബാബ് ഫദ്ലി സലാമി അൽ അംരി ബി ഇഫ്ഷാഇയിലെ 4-ാമത്തെ ഹദീസ് അല്ലേ? ഈ ഹദീസ് പഠിച്ച ശേഷമെങ്കിലും എല്ലാവരും സലാം അടക്കണം. സലാം അങ്ങോട്ട് പോയി പറയേണ്ടവരാണ്. പോട്ടെ. അപ്പൊ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ശരിയായ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സഖ്റ എന്നാണ്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതനുസരിച്ച് 800-ലധികം സഹാബിമാരും താബിഈങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ചു കാലം, 4 വർഷം മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം താമസിച്ചിട്ടുള്ളൂ. ആ 4 വർഷം മുഴുവനും ഇൽമിന് വേണ്ടി കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഉയർത്തി. അതുപോലെ നമ്മളും നമ്മുടെ സമയം മുഴുവനും ഇൽമിന് വേണ്ടി കൊടുക്കണം. الصلاة والسلام على رسول الله. اللهم اغفر لنا ولوالدينا ولمشايخنا خصوصا لمصنف هذا الكتاب. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تدخلون الجنة حتى تؤمنوا ولا تؤمنوا حتى تحابوا أولا أدلكم على شيء إذا فعلتموه تحاببتم أفشوا السلام بينكم. رواه مسلم. عن أبي هريرة أبو هريرة رضي الله عنه നിന്ന് നിവേദനം. قال അദ്ദേഹം പറഞ്ഞു قال رسول الله صلى الله عليه وسلم റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. സ്വലാത്തൊക്കെ ചൊല്ല്. ലാ തദ്ഖുലൂനൽ ജന്നത, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ തുഅ്മിനു, നിങ്ങൾ സത്യവിശ്വാസികളാകുന്നതുവരെ. അർത്ഥം ശ്രദ്ധിക്കണേ. വലാ തുഅ്മിനു, നിങ്ങൾ പരിപൂർണ വിശ്വാസികളാവുകയില്ല. ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ. അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യത്തെ കുറിച്ച് അറിയിച്ചു തരട്ടെ. ഇദാ ഫഅൽതുമൂഹു, നിങ്ങൾ ആ കാര്യം ചെയ്താൽ തഹാബബതും, നിങ്ങൾ പരസ്പര സ്നേഹമുള്ളവരാകും. എന്താണ് കാര്യം? അഫ്ശുസ് സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പ്രചരിപ്പിക്കുക. റവാഹു മുസ്ലിം. മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് കിതാബുൽ ഈമാനിലാണ്. ഇമാം അബൂ ദാവൂദ്, ഇമാം തിർമിദി, ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹിം ഇവരെല്ലാവരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രധാനമായി 3 കാര്യങ്ങളാണ് പറയുന്നത്. 1, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈമാൻ വേണം. 2, ഈമാൻ പരിപൂർണമാകണമെങ്കിൽ പരസ്പര സ്നേഹം വേണം. 3, പരസ്പര സ്നേഹം ഉണ്ടാകണമെങ്കിൽ സലാം പറഞ്ഞാൽ മതി. ഈ 3 കാര്യങ്ങളും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? പക്ഷെ തമ്മിൽ നല്ല ബന്ധമുണ്ട്. നമ്മൾ ആശയം പഠിക്കുമ്പോൾ മനസ്സിലാവും. അതായത് ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനു, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അണുമണി തൂക്കമെങ്കിൽ ഈമാൻ വേണമെന്ന് നസ്സുകളിലൂടെ വ്യക്തമായ കാര്യമാണ്. പിന്നെ ലാ തദ്ഖുലൂന എന്ന് മുസ്ലിമിലാണുള്ളത്. അബൂദാവൂദിലൊക്കെ ലാ തദ്ഖുലു എന്നാണുള്ളത്. അതിനു മുമ്പ് വല്ലദീ നഫ്സി ബിയദിഹി എന്നുമുണ്ട്. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, മുഅ്മിനീങ്ങൾക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമായ ഗുണമാണ് പരസ്പര സ്നേഹം. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത് എന്തായിരുന്നു? വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട നോട്ടുണ്ട്, അത് എഴുതി വെക്കേണ്ടതാണ്. അതായത് ഹത്താ തുഅ്മിനുവിന്റെയും വലാ തുഅ്മിനുവിന്റെയും അർത്ഥത്തിന്റെ വിഷയത്തിൽ മുഹദ്ദിസീങ്ങൾ 2 രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒന്ന്, നമ്മൾ അർത്ഥം വെച്ചതുപോലെ ഹത്താ തുഅ്മിനു അസ്ലി ഈമാനും വലാ തുഅ്മിനു കമാലുൽ ഈമാനുമാണ്. രണ്ടാമത്തേത് വലാ തുഅ്മിനുവിലുള്ള ന്യൂന കളഞ്ഞത് എന്തിനാണ്? ഹത്താ തുഅ്മിനുവുമായിട്ട് മുനാസബത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് 2നും 2 അർത്ഥം വെക്കൽ ശരിയാവുകയില്ല. 2നും കമാലുൽ ഈമാന്റെ അർത്ഥം വെക്കണമെന്ന് മുഹദ്ദിസീങ്ങൾ പറയുന്നു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ അർത്ഥം ശറഹിൽ കുറിക്കുന്നുണ്ട്. ശറഹ് മുസ്ലിമിൽ കേട്ടോ, ലാ തദ്ഖുലൂനൽ ജന്നത ഇൻദ ദുഖൂലി അഹ്ലിഹാ ഇദാ ലം തകൂനു കദാലിക, പരിപൂർണ വിശ്വാസമുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് പരിപൂർണ വിശ്വാസമില്ലാത്തവർ ആ സമയത്ത് പ്രവേശിക്കുകയില്ല. നോട്ടിൽ എഴുതേണ്ട പോയിന്റ് ആട്ടോ, നാളെ കാണണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, പരസ്പര സ്നേഹം ഉണ്ടാകാനുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഈ ചോദ്യത്തിൽ 2 കാര്യങ്ങൾ വെളിവാകുന്നുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലിയുടെ മഹോന്നതയാണ്. അതായത് ശേഷം പറയാൻ പോകുന്നത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതിലേക്ക് സ്വഹാബാക്കളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചു. നമ്മൾ നിങ്ങളെ ചോദ്യം ചോദിച്ച് കയ്യിലെടുക്കുകയില്ലേ, അതുപോലെ. രണ്ടാമത്തേത് ഇസ്ലാമിന്റെ പരിപൂർണതയാണ്. അതായത് പരസ്പര സ്നേഹം ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം നിർത്തിയില്ല, പരസ്പര സ്നേഹം ഉണ്ടാക്കാനുള്ള വഴി കൂടി പറഞ്ഞു തന്നു. ആ വഴി എന്താണ്? വളരെ സുന്ദരവും എളുപ്പവും ലളിതവുമായ വഴി. അഫ്ശുസ് സലാമ ബൈനക്കും, പരസ്പരം സലാം പ്രചരിപ്പിക്കുക. നമ്മുടെ മുൻഗാമികളൊക്കെ ഇത് ശ്രദ്ധിച്ചിട്ടുള്ളവരാണ്
ശേഷം ഒരു ഹദീസ് വരുന്നുണ്ട്. അതിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സലാം പറയാൻ വേണ്ടി മാത്രം ചന്തയിൽ പോകുമായിരുന്നു. ആ ഹദീസ് നാളെ പഠിക്കാം. പിന്നെ സലാമിന്റെ പ്രാധാന്യത മനസ്സിലാക്കണമെങ്കിൽ ആദം അലൈഹി ഇസ്ലാമിന്റെ ഒരു സംഭവം ഉണ്ട്. അദ്ദേഹത്തെ പഠിച്ച ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോടൊക്കെ സലാം പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് എന്താണ് മറുപടി പറഞ്ഞത് എന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇതാണ് നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെ ഒക്കെ തഹിയ്യത്ത് എന്ന് ആദം അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. അതാണ് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. പിന്നെ രണ്ടാമത്തേത്, നമ്മളെല്ലാവരും ഒരു സലാമിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തില് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, അള്ളാഹു അക്കൂട്ടരിൽ നമ്മളെയും പെടുത്തുമാറാകട്ടെ. പിന്നെ സലാമിനെ നമ്മൾ കണ്ടാൽ തന്നെ സലാം പറയണം. അസ്സലാമു ഖബലൽ കലാമി. നമ്മുടെ തഴവാസ്താന്റെ ഒരു പാട്ടുണ്ട്, കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി തങ്ങളിൽ നിന്നുള്ളത്. മിണ്ടിക്കഴിഞ്ഞ സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്താണെന്നാണ് തുഹഫയിലുള്ളത്. പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ പാട്ട് പാടിയോണ്ടേ നമുക്കിപ്പോ പാടാൻ പറ്റുന്നു. അപ്പൊ ഏതായാലും ഇന്ന് ഇത്ര മതി. നാളെ ഹദീസിന്റെ ഇന്ന് പറഞ്ഞ വിവരണങ്ങളും പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റാവിയുടെ വിശദീകരണം എവിടെ ഉണ്ടാവുക? മിഷ്കാത്തിന്റെ അവസാന ഭാഗത്തുണ്ടാവും. അതും നോട്ടിൽ കാണണം ഇൻഷാ അല്ലാഹ്. ഇന്ന് ഇത്ര മതി. നാളെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഹത്താ തുഅ്മിനൂന്റെ വലാ തുഅ്മിനൂന്റെ അർത്ഥത്തിന്റെ വിഷയത്തിൽ, ഹത്താ തുഅ്മിനു സത്യവിശ്വാസികളാകുന്നത് വരെ, വലാ തുഅ്മിനു പരിപൂർണ വിശ്വാസികളാവുകയില്ല. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.